ഇതിനിടയിൽ PM ശ്രീക്ക് അനുകൂലമായ നിലപാടെടുക്കാൻ ലീഗിന് കഴിയില്ലെന്നാണ് ഫാത്തിമ തഹലിയ MLA വ്യക്തമാക്കുന്നത്. പാർട്ടി മുൻകാല നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. പ്രതീക്ഷിക്കുന്ന പര്യവസാനം വിഷയത്തിൽ ഉണ്ടാകും. മുൻകാല സർക്കാർ ഉണ്ടാക്കി വെച്ച കെണിക്ക് പരിഹാരം വരും ദിവസങ്ങളിൽ മന്ത്രിസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും ഫാത്തിമ തഹലിയ ന്യൂസ് 18 പറഞ്ഞു. സർക്കാർ PM ശ്രീയുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള തീരുമാനം ലീഗിനെ ആകെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങൾ ആ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞതാണ്. ഞങ്ങൾ എന്താണോ ഞങ്ങളുടെ മുൻകാല നിലപാട്, അതേ നിലപാട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിൽ ഇപ്പം ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ്. PM ശ്രീയിൽ ഒപ്പുവെച്ചത് ആരാണ് എല്ലാവർക്കും അറിയാം. അതിൽ യാതൊരു രൂപത്തിലുള്ള സംശയത്തിനും ഇടയില്ല. PM ശ്രീ എന്ന് പറയുന്ന പദ്ധതിയിൽ അന്നത്തെ സംസ്ഥാന സർക്കാർ, പിണറായി വിജയൻ സർക്കാർ ഒപ്പുവെച്ചിട്ടുണ്ട്. ആ ഒപ്പുവെച്ചത് എന്തുകൊണ്ടാണ് അവരുടെ സഖ്യകക്ഷികളോട് പോലും പറയാതെ ഒരു രാത്രിക്ക് ആ രൂപത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിയത് എന്നുള്ളത് നമ്മളൊക്കെ വളരെ സംശയത്തോടെ ചോദിക്കുകയും അതിനെതിരെ സമരം ചെയ്യുകയും ചെയ്ത ആളുകളാണ്. പക്ഷേ ഇന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് SSA ഫണ്ട് ഉണ്ട്. ആ SSA ഫണ്ട് ഞങ്ങൾ ഈ PM ശ്രീ വിഷയത്തിൽ ഇടപെട്ടാൽ ഇതിൽ നിങ്ങൾ പിന്നോട്ട് പോവുകയാണെങ്കിൽ നൽകില്ല എന്നുള്ളതാണ്. അപ്പം തീർച്ചയായിട്ടും ആ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ നേതാക്കന്മാർ കൃത്യമായ നിലപാടെന്ന് പറയുമ്പോൾ അന്ന് ഏറ്റവും ശക്തമായ നിലപാടെടുത്ത KM ഷാജി പോലും ആ നിലപാട് പറയുന്നില്ല ഇപ്പോൾ. അല്ല, അതിൽ തീർച്ചയായിട്ടും അവരിപ്പം സംസാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഓൾറെഡി ഒപ്പുവെച്ചൊരു കാര്യമാണത്. അപ്പോൾ അതിൽ നിന്ന് ഇനി എന്താണ് എന്നുള്ളത് സംസ്ഥാന സർക്കാർ വിശദമായിട്ടുള്ള വിശദീകരണം നൽകും. ഇതിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് MSFും യൂത്ത് ലീഗും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള KM ഷാജി ചവറ്റുകൊട്ടയിൽ എറിയണം, അറബിക്കടലിൽ എറിയണം എന്നൊക്കെ പറഞ്ഞ KM ഷാജി പോലും നിലപാട് മാറ്റി പറയുമ്പോൾ യൂത്ത് ലീഗും MSFും പ്രത്യക്ഷ സമരത്തിലേക്ക് പോവുകയാണ്. അവർക്കൊപ്പമാണോ ഫാത്തിമ തഹലിയ? ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയത്തിൽ മുൻകാല നിലപാടുണ്ട് നമുക്ക്. ആ നിലപാടിൽ നിന്ന് ഇപ്പോഴും ഞങ്ങളാരും പുറകോട്ട് പോയിട്ടില്ല. ബഹുമാനപ്പെട്ട മന്ത്രി ആ വിഷയത്തിൽ ഞങ്ങളുടെ പാർട്ടി അന്നെടുത്ത നിലപാടുണ്ട്. PM ശ്രീക്ക് ഒരിക്കലും അനുകൂലമായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങൾ ആ രൂപത്തിൽ അന്നും മറുപടി പറഞ്ഞിട്ടുണ്ട്, ഇന്നും മറുപടി പറയുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെയാണ്, അതിൽ നിന്ന് നമ്മൾ മാറിപ്പോകേണ്ട കാര്യമില്ല. ഒപ്പുവെച്ചത് ആരാണ്? ആ ഒപ്പുവെച്ചതോടെ ഒപ്പുവെച്ചത് തുടരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ല, അതിൽ നിന്ന് എങ്ങനെ അതിനൊരു വിശദമായിട്ടുള്ള പഠനം വേണം. എങ്ങനെ നമുക്കതിനെ അതിൽ നിന്ന് ഏതൊക്കെ രൂപത്തിൽ നമുക്ക് വിടുതൽ നേടാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതാണിവിടെ. അതിന് അപ്പുറത്തേക്ക് ഒരു ബ്ലാക്ക് മെയിലിംഗ് പൊളിറ്റിക്സ് പോലെ SSA ഫണ്ട് ഞങ്ങൾ നൽകില്ല എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് അപ്പുറത്തുണ്ട്. അല്ല, അതൊക്കെ തന്നെ ആയിരുന്നല്ലോ ആദ്യ സർക്കാരിനും ഇത് ഒപ്പിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കിയത്. അന്ന് പറഞ്ഞത് ഈ ഫണ്ടിന് വേണ്ടി അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞതാണല്ലോ ലീഗ് നേതാക്കൾ ഉൾപ്പെടെ. ശരിക്കും പറഞ്ഞാൽ ഈ UDF സർക്കാരിന്റെ ഈ നിലപാട് വെട്ടിലാക്കിയത് ലീഗിനെയല്ലേ? അല്ല, ഒരിക്കലുമല്ല. ആ വിഷയത്തിൽ നമ്മൾ കൂടുതൽ ഡീപ്പായിട്ട് പോകുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം എവിഡൻ്റ് ആണ്. എവിടെയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഇതിന് നിങ്ങൾ തമിഴ്നാട് സർക്കാരിൻ്റെ നിലപാട് ആ വിഷയത്തിലൊന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. അവർ കോടതിയിൽ പോവുകയും അത്തരത്തിൽ ഈ വിഷയത്തിൽ നിന്ന് എങ്ങനെയാണ് അവർക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നത്. ഇപ്പോൾ ഈ സർക്കാർ വന്നിട്ടല്ലേ ഉള്ളൂ. നിങ്ങൾ സാവകാശം സമയം തരൂ. അതിനനുസരിച്ച് ഇത് പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ ഓൾറെഡി ഈ സർക്കാർ ഒപ്പുവെച്ചു എന്ന് പറയുമ്പോൾ ഒരു കോൺട്രാക്റ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി ആ കോൺട്രാക്ട് ഇതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതിനൊത്തിരി ഇടപെടലുകളും കാര്യങ്ങളും അത് മന്ത്രിസഭ യുടെ ഭാഗത്തു നിന്ന് തന്നെ വരേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ ഈ വിഷയത്തിലൊക്കെ വളരെ ശുഭകരമായിട്ട് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന രൂപത്തിലുള്ള ഒരു പര്യവസാനം ഉണ്ടാകുമെന്ന് തന്നെയാണ്. പക്ഷേ നിർബന്ധിതരാകുന്നു, ഇത് തുടരാൻ നിർബന്ധിതരാകുന്നു എന്നതാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അതുകൊണ്ടാണ് ഇത് വിവാദമാകുന്നത്. നോക്കൂ, ഈ വിഷയങ്ങളിൽ ഫാത്തിമ തഹലിയ M സ്വരാജിനെ സംഘാവ് എന്ന് വരെ വിളിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ രീതിയിൽ RSSുമായിട്ടൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നവരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങളിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വിശദീകരിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നിങ്ങൾ ക്രൈസിസിലായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലേ ഇത് തുടരേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ? ഇല്ല, അതിലൊരു ക്രൈസിസിൻ്റെ ആവശ്യമില്ല. അതുപോലെ എനിക്കിപ്പോൾ രേണു പറഞ്ഞൊരു കാര്യത്തിൽ തിരുത്തൽ വേണ്ടതുണ്ട്. ശ്രീ M സ്വരാജിനെ സംഘാവ് എന്ന് വിളിച്ചു എന്നുള്ളത് രേണുവിന് എവിടെയും പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അങ്ങനെ വിളിച്ചിട്ടില്ല. ഞാൻ അന്ന് നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോസ്റ്റാണ് ഞാൻ സോഷ്യൽ മീഡിയയിലിട്ടത്. ബാപ്പുട്ടിക്ക സംഘാവിനെ പൂട്ടി എന്നുള്ളത്. ബാപ്പുട്ടിക്ക ആരാന്ന് നിങ്ങൾക്കറിയാലോ. അന്നത്തെ അവിടെ നിന്ന് ജയിച്ചിട്ടുള്ള നമ്മുടെ ആര്യാടൻ ഷൗക്കത്ത് MLA, ഇന്നത്തെ MLA, അദ്ദേഹത്തിന് ബാപ്പുട്ടിക്ക എന്നാണ് വിളിക്കുന്നത്. സംഘാവ് എന്ന് ഞാനൊരു പദം ഉപയോഗിക്കാൻ പ്രത്യേകിച്ച് കാരണമുണ്ട്. അവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഇടപെടലുകൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. ആ ഒരു രീതിയെ, അല്ലാതെ ഒരു വ്യക്തിയെ വിളിച്ചു എന്നുള്ളത്
ഈ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു വരുന്ന ആളുകളൊക്കെ പറയുന്നതിന് ഏറ്റു പറയുന്നത് നിങ്ങളെ പോലെയുള്ള അല്ല, അത് അവിടുത്തെ സ്ഥാനാർത്ഥി എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് എം സ്വരാജ് ആയിരുന്നല്ലോ. പിന്നെ അത് വിശദീകരിക്കുകയും ചെയ്തു ഫാത്തിമ. ഞാനത് വിശദീകരിച്ചു, കൃത്യമായിട്ട് വിശദീകരിച്ചു. ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കേണ്ടി വന്നത്? അതെ, ഞാൻ വിശദീകരിച്ചു. ഞാനത് വിശദീകരിച്ചപ്പോ പറഞ്ഞു, ഒരു വ്യക്തിയല്ല, ഒരു നയമാണ് അവിടെ. ആ നയത്തിനെതിരെയാണ് ചെയ്തത്. തീർച്ചയായിട്ടും അവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ CPM-ന്റെ ഒരു പ്രോ സംഘപരിവാർ നിലപാടുണ്ടായിരുന്നു. ആ പ്രോ സംഘപരിവാർ നിലപാട് തന്നെയാണ് അത്തരത്തിൽ സംഘാവ് എന്ന് വിളിച്ചത്. അത് അവിടെ മാത്രമല്ല ഉണ്ടായത്, അതിനു മുമ്പ് നടന്നിട്ടുള്ള പാലക്കാട് അതേ ആരോപണങ്ങളാണ് നിങ്ങൾക്ക് നേരെ ഉയരുന്നത് ഈ PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഞാൻ പറയുന്നു, ഞങ്ങൾ അന്ന് എടുത്തിട്ടുള്ള നിലപാടിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല. നിങ്ങൾ ഓൾ ഓഫ് എ സഡൻ ഒരു തീരുമാനമെടുക്കാൻ പറഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കെണിയുണ്ട്. ആ കെണി, അതിന് പരിഹാരം യഥാർത്ഥത്തിൽ തീർച്ചയായിട്ടും ഈ വരും ദിവസങ്ങളിൽ മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന്, മന്ത്രിസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ്. പക്ഷേ KM ഷാജി ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഞങ്ങൾ പ്രസംഗിക്കുന്ന പോലെയല്ല ഭരണത്തിൽ വരുമ്പോഴെന്ന് പറയുകയും ചെയ്യുന്നു. നിങ്ങൾ ഈ രൂപത്തിൽ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ UDF-ന്റെ ഒരു MLA ആണ്. എനിക്ക് പറയാനുള്ളത്, നേരത്തെ എടുത്ത നിലപാടുണ്ട്, ആ നിലപാടിന് തുടർച്ചയായിട്ടുള്ള ഒരു രൂപത്തിലേക്ക് ഈ സംവിധാനം മാറും എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.